ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹോട്ടലിൽ തന്നെ ആദ്യം കണ്ടേക്കാം. എവിടെയെങ്കിലും കയറി കഴിച്ചിട്ട് കാശും കൊടുത്തിട്ട് പോകുന്നതല്ലാതെ ഇതിനകത്തെ ക്രമീകരണങ്ങൾ എന്താണെന്ന് ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ. ഇന്നത്തെ ഈ വരവ് ഇതിനു വേണ്ടി തന്നെ ആവട്ടെ. എന്നാവാ? അപ്പൊ ഇതാണ് കുടുംബശ്രീ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടൽ. സംഗതി നല്ലൊരു വൈബാ. ഇനി സ്വന്തമായിട്ടൊരു ചായം കൂടി ഇട്ട് കുടിച്ചാ അതിലും വൈബാകും. അതുകൊണ്ട് ഞാൻ ഈ കടയിലൊന്ന് അറിഞ്ഞോണ്ട് അറമാദിക്കാൻ പോവാ. അല്ല ഭാഗത്തേക്ക് ആഹാ, കൊള്ളാലോ സെറ്റപ്പ് ഒക്കെ. ആരാ മനസ്സിലായില്ലല്ലോ. ഇവിടുത്തെ ആള് തന്നെയാ, നമ്മുടെ സത്യാമ്മയുടെ വീട്ടിലെ. ഓ കറിയില്ലല്ലോ, ചേട്ടന് കുറച്ച് കറിയും കൂടെ ഒഴിക്കട്ടെ? ആയിക്കോട്ടെ. എനിക്കൊരു ചായ വേണം. പിന്നെന്താ, ഇപ്പൊ റെഡിയാക്കി തരാം. അത് ശരി, അപ്പൊ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാം. അറിയാതിരിക്കാൻ ഇതെനിക്ക് അന്യ വീടൊന്നും അല്ലല്ലോ. ഓ, അപ്പൊ അങ്ങനെയുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടല്ലേ? ശാരദാമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ സ്വന്തം ഭാര്യയെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നൊന്നും അല്ലല്ലേ? അത് തന്നെ തിരിച്ചും പറയാലോ. എനിക്ക് എന്നെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കില്ലല്ലോ. രണ്ടുപേരും കൂടി കണ്ടതും അടി തുടങ്ങിയോ? ശാരദാമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാൻ വന്നത് അനിയത്തിക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്ന് സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ വന്ന വണ്ടി തന്നെ ഞാനങ്ങ് പോയേക്കാം. വരട്ടെ. രോഹിത്തിന് പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ. ജീപ്പിലാണോ വന്നേ? അതെ, ശിവൻ കൂടെ ഉണ്ട്. ഓ, ആ മുതലിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നതാ. കടയിലേക്ക് കയറിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ പോയേക്കുവാ. ആഹാ, അത് കൊള്ളല്ലോ. എവിടെ ചെന്നാലും സ്വന്തം വീട് പോലെ പെരുമാറുന്നവരെ സൂക്ഷിക്കണമെന്നാ പറയാറ്. അത് അങ്ങനെ സൂക്ഷിക്കേണ്ടവരെയല്ലേ. ഇപ്പൊ ശിവനോട് വന്നിരിക്കുന്നതേ നമ്മുടെ ഗസ്റ്റ് ആയിട്ടാ. ആ ഒരു മര്യാദ നമ്മൾ കാണിക്കണം. ഗസ്റ്റിനോട് എന്തായാലും ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും അയാളെ ഒന്ന് കാണാലോ. അതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനിപ്പോ എന്ത് കുഴപ്പം? വാ. ദേ, അതാണ് കക്ഷി.